കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യ വിഷയമാകുന്നു. മൈക്കൽ ജാക്സണൊപ്പമാണ് വേടന്റെ പാട്ടും ഉൾപ്പെടുത്തിയത്. മൈക്കൽ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന അതിനൊപ്പമാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സമീർ ബിൻ കരിവാർ. സുഹൃത്തുക്കളെ, ഈ വീഡിയോയോട് കൂടിയിട്ട് ഞാനിത് 3ാമത്തെ വീഡിയോ ആണ് വേടന്റെ ഈ ഒരു പാട്ടിനെ കുറിച്ച്. വേടന്റെ ഈ പാട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് സെലക്ട് ചെയ്തതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരൊറ്റ കാര്യം, ഏതൊക്കെ സംഖ്യകളെ വേടന്റെ ഈ പാട്ട് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിഷയം ഏതൊക്കെ സംഖ്യകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ സംഖ്യയുണ്ട്, അനിൽ നമ്പ്യാർ എന്ന പേര്, ജനൻ TV വലിയ ആളാണ്. അനിൽ നമ്പ്യാർ ഇന്ന് എഴുതിയിട്ടത് ഇങ്ങനെയാണ്: മദനിയുടെ ജീവചരിത്രവും മിയാ ഖലീഫയുടെ പോണോ ജേണിയും കൂടി പാഠ്യ വിഷയങ്ങളാക്കണം. നോക്കൂ, മനുഷ്യാവകാശ ധ്വംസനത്തെ കുറിച്ച്, ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എഴുതുകയും പാടുകയും ചെയ്ത 4 വർഷം മുമ്പ് ഇറക്കിയ ഒരു പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവരമുള്ള ഏത് പാട്ട് പഠിക്കണം, ഏത് കവിത ഇനി വരുന്ന കുട്ടികൾ പഠിക്കണം, ഏറ്റവും പുത്തനായിട്ടുള്ള സംഗതികൾ കുട്ടികൾ പഠിക്കട്ടെ എന്ന ബോധ്യത്തോടു കൂടിയിട്ട് വിവരമുള്ള അറിവുള്ള മനുഷ്യർ, അധ്യാപകർ, പ്രൊഫസേഴ്സ് സെലക്ട് ചെയ്താണ് 2 പാട്ടുകളെ. ഒന്ന് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ്. മനുഷ്യാവകാശ ധ്വംസനം കുറിച്ചാണ്. ഇതിന് ശേഷം നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് എത്രയോ കേട്ട പാട്ടാണല്ലോ എന്ന് വിചാരിക്കും. മനുഷ്യാവകാശ ധ്വംസനത്തെ കുറിച്ചിട്ടാണ് ആ ഒരു പാട്ട്. വേടന്റെ ഈ പാട്ടും അത് തന്നെയാണ്. സിറിയയിലെയും എന്താ പറയാ മലാഖയിലെയും ഖുറയിലെയും ഇന്ത്യയിലൊക്കെ ഒരുപാട് മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് വേടൻ ഈ പാട്ടിൽ പരാമർശിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. 4 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടാണ്. പക്ഷേ ഈ പാട്ടിനെ ഇവൻ താരതമ്യം ചെയ്തത്, ഈ ഒരു സംഗി അനിൽ നമ്പ്യാർ താരതമ്യം ചെയ്തത് ഏതിനോടാണ്? മദനിയുടെ പാട്ട് കൂടി പഠിക്കാൻ കൊടുക്കണം, മദനിയെ കുറിച്ച് ജീവചരിത്രം പഠിക്കാൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. മദനി ആരെന്നറിയാലോ. ഒപ്പം തന്നെ മിയാ ഖലീഫയുടെ പാട്ട്, അല്ലെങ്കിൽ മിയാ ഖലീഫയുടെ പോണോ ജേണി. നോക്കൂ, ഈ സംഖ്യകൾക്ക് മിയാ ഖലീഫയുടെ പോണോ ജേണി, അവരൊരു സെക്സ് ആർട്ടിസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ആ മിയാ ഖലീഫയുടെ പോണോ ജേണി കണ്ട് ആഘോഷിച്ചടക്കുന്ന ഈ സംഖ്യക്ക് അതൊക്കെയാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമുക്കതൊന്നും ഓർമ്മ വന്നില്ല. നോക്കൂ, നമ്മുടെ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് പറയുന്ന പാട്ട് ഏത് മലയാളത്തിലെ ഏത് കവിതയുമായിട്ട് താരതമ്യം ചെയ്യാം? അങ്ങനെ ആലോചിക്കും. ആ ഒരു പാട്ട് മലയാളത്തിലെ ഏത് കവിതയുമായിട്ട് താരതമ്യ പഠനത്തിന് ഒരു മൈനർ വിഷയമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലും മിയാ ഖലീഫ് അവരെ മനസ്സിലേക്ക് ഓർമ്മ ഒന്നുമില്ല. എന്തുകൊണ്ടാ? അവർ അതിന് മേലെ അടിഞ്ഞു കെട്ടി കിടക്കുന്ന ആൾക്കാരല്ല. അവർക്ക് മദനിനെ ഓർമ്മ ഒന്നുമില്ല. അവർ 24 മണിക്കൂറും രാത്രി 11 മണി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ മിയാ ഖലീഫയുടെ പോൺ സൈറ്റ് തുറന്നിട്ട് അത് കണ്ട് ആഘോഷിക്കുന്ന മൈഥുന മദനം നടത്തുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ അതിലങ്ങനെ അഭിരമിച്ച് നടക്കുന്ന ആൾക്കാരല്ല. പക്ഷെ അനിൽ നമ്പ്യാർ അതാ തോന്നുന്നു. അനിൽ നമ്പ്യാരെ പോലുള്ള സംഘപരിവാരകർക്ക് രാത്രി 11 മണി കഴിഞ്ഞാല് മിയാ ഖലീഫയ്ക്കാണ്, അത് മുസ്ലിം വിഭാഗത്തിൽ ആ പേരൊക്കെയുള്ള അവരുടെ പോൺ സൈറ്റ് തേടി അടക്കലാണ് ഇവരൊക്കെ പണി. അതുകൊണ്ടാണ് നമ്മുടെ അധ്യാപകർക്ക് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം ചേർക്കാൻ പറ്റിയ, താരതമ്യം ചെയ്യാൻ പറ്റിയ പാട്ട് ഏതെന്ന് അന്വേഷിക്കുമ്പോൾ 4 വർഷം പറഞ്ഞ വേടന്റെ ഏറ്റവും പുതിയ പാട്ടുണ്ടല്ലോ, അത് ഗംഭീര കവിതയാണല്ലോ, ഈ പാട്ട് നമ്മുടെ പിള്ളേർ പഠിക്കട്ടെ, ഈ 2 പാട്ടുകളും കൂടി താരതമ്യം ചെയ്യട്ടെ എന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെയും ഈ പുസ്തകത്തിലെ ഏതൊക്കെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഗ്രൂപ്പിലെ അധ്യാപകർക്ക് തോന്നിയെങ്കിൽ അവരെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. ഗ്രേറ്റ് പീപ്പിൾ എന്ന് പറയണം, സംഭവം പീപ്പിൾ എന്ന് പറയണം. അതേസമയം ഈ അനിൽ നമ്പ്യാരൊക്കെയാണ് അതിൽ ടീമിലുണ്ടെങ്കിൽ, എന്നാൽ ഈ മിയാ ഖലീഫയുടെ ഒക്കെ പോൺ സൈറ്റിന്റെ QR ഒക്കെ അവിടെ പിള്ളേര് അത് കണ്ടു പഠിച്ചെന്ന് കൊടുക്കും. അത്രത്തോളം ഇവന്റെ ഒക്കെ വിവരം. മൈക്കിൾ ജാക്സന്റെ ആ ഒരു വലിയ പാട്ടിനിടെ അതേ വലിയ അർത്ഥമുള്ള നമ്മുടെ വേടന്റെ പാട്ടുമായിട്ട് താരതമ്യം ചെയ്യാൻ നമ്മുടെ അധ്യാപകർക്ക് തോന്നിയപ്പോൾ ഇവന് നേരെ പോൺ സൈറ്റുകളെ കുറിച്ച് ആലോചന വന്നത്. എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? അതുകൂടി പാഠ്യ വിഷയമാക്കണമെന്നാണ് അനിൽ നമ്പ്യാരുടെ അഭ്യർത്ഥന. അത് നീയൊക്കെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തായാലും നീയൊക്കെ അത് പഠിക്കാൻ വേണ്ടി പിള്ളേർക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല കേട്ടോ. എന്നെ പോലെ യൂട്യൂബേഴ്സിന് വലിയ സംശയമൊന്നും ഉണ്ടാവില്ല, ഒന്നും പറയാനില്ല. എന്തായാലും
ഇതിനകത്ത് കമന്റുകളൊക്കെ പല രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. 94ഓളം കമന്റ് ഇതിനകത്തുണ്ട്. 20ാം നൂറ്റാണ്ടിലെ അയ്യങ്കാളിയാണ് വേടൻ, സവർണ ഫാസിസ്റ്റ മാടമ്പികളുടെ പേടി സ്വപ്നമാണെന്ന് ഒരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. നാളെ കഞ്ചാവ് ചെഗുവേരയുടെയും പാട്ട് ഉൾപ്പെടുത്തും അന്തംഗമ്മികൾ. കഞ്ചാവ് ചെഗുവേര എന്നൊക്കെയാണ് ഇപ്പോഴും ആ ഒരു വലിയ നേതാവിനെ കുറിച്ച് ഇവർക്കൊക്കെ പറയാൻ തോന്നുന്നത്. അത് അവന്റെ ആ ഒരു ഐഡി കണ്ടാൽ തന്നെ ആ ഒരു അസല് സംഘപരിവാരനാന്നൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. മിയാ ഖലീഫയുടെ സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്പ്യാർക്ക് ഈ ആവശ്യം ഉന്നയിക്കുക ശരിയാണ്. ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ മിയാ ഖലീഫയെ മാത്രം സ്ഥിരമായിട്ട് കണ്ട് കിടന്നുറങ്ങുക എന്ന് പറയുന്ന അവസ്ഥ വരുന്ന നമ്പ്യാർ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം നമ്മൾ അനുഭവിക്കുകയും നമ്മൾ എന്താ പറയാ നേരിടുക കാര്യങ്ങളല്ല നമ്മൾ സ്ഥിരം സംസാരിക്കുക അല്ലെ. അപ്പൊ സ്ഥിരവും നമ്പ്യാർ നേരിടുന്ന ഒരു പ്രശ്നം മിയാ ഖലീഫയുടെ സൈറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമായിരിക്കും. അപ്പോ നമ്മുടെ ഇദ്ദേഹത്തിന് അതൊക്കെ വലിയ പ്രശ്നമായിട്ടൊക്കെ തോന്നാം. എന്ത് ചെയ്യും? ഈശ്വര, നാളെ മലൻ ഡിബേറ്റ് വേടനിൽ കുടിക്കാൻ നമ്പി എന്നൊക്കെ പറയട്ടെ. നിനക്ക് എന്തൊരു കുരുപൊട്ടണം? അവൻ താഴ്ന്ന ജാതിക്കാരനായത് കൊണ്ടാണോ അത് അവന്റെ വളർച്ച കണ്ടിട്ടാണോ എന്നാണ് ഒരു സുധീർ കൊല്ലം എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തെ അനുകൂലിച്ചും എതിർത്തുകൊണ്ടും എല്ലാ പോസ്റ്റുകളും നിലവാരം താങ്കൾ അളക്കുമോ? അത് എന്റെ പോസ്റ്റുകൾ മാത്രം വന്നിട്ട് ഒരാൾക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അനിൽ നമ്പർ ഇയാളുടെ ഓരോ പോസ്റ്റുകളും വ്യക്തമാണ്. ജേർണലിസ്റ്റ് ആണെന്ന് പറയുക താങ്കൾക്ക് യാതൊരു നിലവാരവും പക്വതയും ഇല്ലാത്ത വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ശരിയാണല്ലേ? ഏതൊരു ചാനലും അല്ലെ പത്രവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കുട പിടിച്ച് വിളിപ്പിച്ചാൽ പ്രൊഫഷണൽ എത്തിക്സ് എന്നൊന്നില്ലേ പ്രത്യേക ജേർണലിസത്തില്? അതുപോലെ കീപ്പ് ചെയ്യാത്ത നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് ഒരു വിഷയത്തെ കുറിച്ച് സംഭവിച്ച് ചൂണ്ടിക്കാണിക്കാൻ? ശരിയാണ്, വളരെ രസകരമായിട്ട് അത് അവന് നല്ല കൊണ്ടിട്ട് അതിനൊരു മറുപടി കൊടുക്കാനൊക്കെ പിന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും അനിതാനമ്പേർ അടക്കമുള്ള സംഘപരിവാരുകാർക്ക് ഇവന്റെ പാട്ടുകൾ ഒരു വലിയ വിഷയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ അടുത്ത ഒരു സംഗതി പറയാൻ പോകുന്നത് വേടൻ ഇനി നമ്മുടെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഒപ്പം ഉണ്ടാവണേ സുഹൃത്തുക്കളെ, സബ് ചെയ്ത് ഒപ്പം കൂടുന്നേ. ബൈ.